എല്ലാവർക്കും ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തി മമ്മി കാണിച്ചു തന്നിട്ടുള്ളത് തവല വട പറഞ്ഞിട്ടുള്ള ഒരു വടയാണ്. അതായത് കണ്ടാൽ നമുക്ക് പരിപ്പ് വടയാന്നൊക്കെ തോന്നും, പക്ഷെ ടോട്ടലി വ്യത്യാസമാണ് കേട്ടോ. തവല വട തമിഴ്നാട്ടിലെ ഒരു 80s 70s 60s വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വടയാണ്. അതായത് നമ്മളൊരു 11 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ. അതായത് ബ്രഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഓഫീസുകളിലും ബാങ്കുകളിലും അല്ലെങ്കിൽ പുറമേയുള്ള ഏത് ജോലിക്കാരായാലും 11 മണിക്ക് ഒരു ചായയും എന്തെങ്കിലും കഴിക്കുന്ന ഒരു സ്വഭാവം ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. അന്ന് കഴിക്കുന്നത് ഈ തവല വടയായിരിക്കും. ഭയങ്കര ഹെവിയാണ് കേട്ടോ അത്. പിന്നെ എന്താണ്, ഒരു 3-4 പരിപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് അധികം വെള്ളം തൊടാതെ അരച്ചുണ്ടാക്കുന്നതാണ് ഈ തവല വട. അത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ എന്താ, തവല എന്ന് പറയുന്നത് വലുത് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതായത് തവല പാത്രം അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം വരുന്നത് വലുത് എന്നുള്ള ഒരു അർത്ഥമാണ് തവല എന്നുള്ള വാക്കിന് വരുന്നത്. അപ്പൊ തവല വടയ്ക്കും വലിയ വടയാവുന്നതേ നമ്മൾ വിചാരിക്കുക. അങ്ങനെ വലിയ വടയാണ്, പക്ഷെ നമ്മളുടെ മാമി അതിനെ ചെറിയ വടയാക്കിയിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അതെ, നല്ല ടേസ്റ്റിയാണ്. കണ്ടാൽ നമുക്കത് പരിപ്പ് വട എന്ന് തോന്നുകയാണെങ്കിൽ കഴിച്ചു നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ്. നമ്മൾ ക്രിസ്പി ആവാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മൾ അതിൽ ചേർക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ വസ്തി മാമി കാണിച്ചു തന്നിട്ടുള്ള തവല വടയ്ക്കൊന്ന് പോയാലോ. വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പുകളും കാര്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപ്പെല്ലാം സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞു വെക്കുക. വെള്ളം ഒട്ടും തന്നെ പാടില്ല. വെള്ളമില്ലാതെ വേണം നമുക്കത് അരയ്ക്കാൻ. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിപ്പ് വട പോലെ കറപറാന്നും പാടില്ല, ഉഴുന്നുവട പോലെ മിനിമിനാന്നും പാടില്ല. നമ്മളുടെ റവ ഉണ്ടല്ലോ, ആ റവ പോലെ നമുക്ക് അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് മൂങ് ദാൽ ഒരു 3-4 സ്പൂൺ മാറ്റി വെക്കണേ, അത് അരയ്ക്കണ്ട കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വെള്ളം എല്ലാം കളഞ്ഞു വെച്ച ആ പരിപ്പുകളുണ്ടല്ലോ അതെല്ലാം ഒന്ന് തരുതരാന്ന് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് റവയിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വെക്കുക. ഇത് നമ്മുടെ റവ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വളരെയധികം സഹായിക്കും കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് വടയ്ക്ക് വേണ്ട മസാലക്കൂട്ടാണ്. ആ മസാലക്കൂട്ടാണ് ഇത്. ഒരു കടായി വെക്കുക. ആ കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ആ എണ്ണയിലേക്ക് കടുക്, കായപ്പൊടി, പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നമ്മളുടെ അരച്ച് വെച്ച പരിപ്പുകളുണ്ടല്ലോ അതിലേക്ക് തേങ്ങാക്കൊത്ത്, പിന്നെ നമ്മൾ കുറച്ച് മൂങ് ദാൽ മാറ്റി വെച്ചിട്ടില്ലേ അത്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കറിവേപ്പില, മല്ലിയില, അതുപോലെ ചിരകി വെച്ച തേങ്ങ, റവ, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മനസ്സിലായില്ലേ, തേടയ്ക്കൊന്ന് തേങ്ങ കൊത്ത് കടിക്കാൻ കിട്ടുമ്പോഴും നമ്മളിതുപോലെ എണ്ണയിൽ വറുത്തെടുത്ത തേങ്ങ കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ വടക്കെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ട് മസാലക്കൂട്ടൊക്കെ നമ്മൾ ചേർത്തു. ഇനി ഒരു കടായി വയ്ക്കുക. ആ കടായിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. വട ഏത് വലിപ്പത്തിന് വേണോ ഉണ്ടാക്കേണ്ടത് അതുപോലെ ഉണ്ടാക്കാം. വലിയ വട വേണമെങ്കിൽ വലിയ വട ഉണ്ടാക്കാം, ഇനിയും ചെറിയ വട വേണമെങ്കിൽ ഉണ്ടാക്കാം, ഈ വലിപ്പത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. അതെല്ലാം നമ്മളുടെ ഇഷ്ടമല്ലേ. പിന്നെ നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വട. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പരിപ്പ് വടയെന്ന് തോന്നുമല്ലോ, പക്ഷേ ഒട്ടുമല്ല കേട്ടോ. ഇടയ്ക്കൊരു തേങ്ങ കൊത്ത് കടിക്കാനും അതുപോലെ ആ ചെറിയ തേങ്ങ ഒന്ന് കടിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വൈകുന്നേരം ചായക്കൊക്കെ വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ്, കുറച്ച് ഹെവിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.